റൂഹാ കാറ്റിൽ പറന്ന കന്യകയേ, രുധിരം തൂകാതെ സാക്ഷിയായവളേ, തിരുമകനരികെ തിരുക്കുരിശുള്ളിൽ വഹിച്ചു നിത്യം നീങ്ങി സാക്ഷിയായി. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഏറ്റവും ചെറിയൊരു ആമേൻ വാക്യം, നിസ്സാരമായ ഒരു ആമേൻ വാക്യം, ഏത് കുഞ്ഞിനും ഓർത്തിരിക്കാവുന്ന ഒരു ആമേൻ വാക്യം. ജെറമ്യാ 33:3, എന്നെ വിളിക്കുക ഞാൻ ഉത്തരമരുളും. അച്ചട്ടാണ്, വിളിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കർത്താവിൻ്റെ അഭിഷേകം നാം പ്രാപിക്കാത്തത്. എന്നെ വിളിക്കുക, കരഞ്ഞു വിളിച്ച, തകർന്നു വിളിച്ച, നൊന്ത് വിളിച്ച ഒരു മനുഷ്യനും ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ പോയിട്ടില്ല. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. എന്നെ വിളിക്കുക. ഒരു പക്ഷേ നിരന്തരമായി വിളിച്ചിട്ട് കേട്ടില്ല എന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിന്റെ പിന്നിൽ അവർ വിളിക്കാത്തതുണ്ട്. ദൈവത്തെ അന്വേഷിക്കാത്തതിൻ്റെ വലിയൊരു രഹസ്യം കൂടിയുണ്ട്. നമുക്ക് നിസ്സാരമായി യേശുവേ എന്നും ദൈവമേ എന്നും പച്ചയ്ക്ക് വിളിക്കാം. എന്നെ വിളിക്കുന്നവർക്ക് ഉത്തരമുണ്ട്, എന്നെ വിളിക്കുന്നവർക്ക് ഉത്തരമുണ്ട്, ഉറപ്പുള്ള കാര്യം. ജെറമ്യാ 33:3 നമുക്ക് കർത്താവിനോടും പറയാം, നീ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. ഈ വാക്കെൻ്റെ മേലെ പാലിക്കണം. ഞാൻ കരയുന്നവനാ, ഉറക്കം നിലവിളിക്കുന്നവനാ, നൊന്ത് നീറി അലറുന്നവനാ, നീ കേൾക്കണം. ഈ അവകാശവാദം പറയാൻ ഒരു അവകാശം കൂടി സ്വർഗം തരുകയാണ്. ജെറമ്യാ 33:3, എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. ഉത്തരം കിട്ടാതെ പോയ ജീവിതങ്ങളുടെ മേലെ കനകപ്രകാശമായി ദൈവത്തിന്റെ സ്വരം വരട്ടെ. മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാവേദിയിലെത്തിക്കാൻ നാഥ കൃപ നീ ചൊരിയണമേ. വലിയ സന്തോഷത്തോടെ ഒരു കാര്യം വീണ്ടും പരിചയപ്പെടുത്തട്ടെ. 60 വയസ്സിന് മുകളിലുള്ള അനേകം പേർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ, കൃപയിൽ ഉറപ്പിക്കാൻ അഭിഷേകം നൽകിയ ധ്യാനമാണ് ചങ്ങനാശ്ശേരി സിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ഇനി ആ ധ്യാനം വരുന്നത് സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മാസം വീണ്ടും ജീവിതത്തെ ശക്തിപ്പെടുത്താനും വചനത്താൽ നിറയ്ക്കാനും ദൈവം ഒരുക്കുന്ന അപൂർവ അവസരമാണ്. കേരളത്തിൽ ഇതുപോലെ അവസരം മറ്റൊരിടത്തില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് ഒരുമിച്ച് വസിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് പങ്കുവെച്ച് ശക്തിപ്പെട്ടു പോകാൻ ദൈവം ഒരുക്കുന്ന ധ്യാനം. ഈ മഹനീയ അവസരം മക്കൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനമാണ്. അങ്ങനെ അനേകം മക്കൾ പറഞ്ഞിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 1000ഓളം മക്കൾ കഴിഞ്ഞ 13 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി. ഈ സുവർണ അവസരം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമമായ സമ്മാനം. അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധ്യാനം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം താമസ സൗകര്യം ഒരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാണ്.